ഒരു സംഭവം പറയാം. ആ സംഭവം ചിന്തിച്ചു നോക്കിയാൽ ഈ ഇടയാളന്മാരാക്കുക എന്നുള്ളത് എത്രത്തോളം ഗൗരവമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഹുനൈൻ യുദ്ധം മക്കം ഫത്തഹിന് ശേഷം നടന്നിട്ടുള്ള യുദ്ധമാണ്. അപ്പൊ മക്കം ഫത്തഹിന്റെ സമയത്ത് ഒരുപാട് പുതുമുസ്ലിമീങ്ങൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. പല കാരണങ്ങളാൽ വന്നിട്ടുണ്ട്. ഇസ്ലാം സ്വീകരിച്ചില്ലെങ്കിൽ ഇനി ജീവിക്കാൻ സാധിക്കില്ല എന്ന ചിന്ത കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഇസ്ലാമിലേക്ക് വന്ന, ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു തുടങ്ങാത്ത, കാര്യമായി അറിവില്ലാത്ത പുതുമുസ്ലിമീങ്ങൾ ആ കൂട്ടത്തിലുണ്ട്. ആ കൂട്ടത്തിൽ അബൂ വാഖിദ് അൽ-ലൈസി റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ പോകുന്ന സമയത്ത് ഫമറർനാ ബി സിദ്റത്തിൻ, ഒരു ഇലന്റെ മരത്തിന്റെ അടുത്ത് ഞങ്ങൾ കടന്നുപോയി. ആ ഇലന്റെ മരം എന്ന് പറഞ്ഞാൽ ആ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഫാറുകൾ അഥവാ മുശ്രിക്കീങ്ങൾ അവരെന്ത് ചെയ്യാറുണ്ട്, അതിന്റെ മേലെ യുദ്ധത്തിനോ മറ്റോ പോകുമ്പോ വാളുകൾ തൂക്കിയിടും. അതിന് ചുറ്റും അവര് ഇഅ്തികാഫ് ഇരിക്കും, അഥവാ വചനം ഇരിക്കും. അതിനൊരു പ്രത്യേകത കൽപ്പിച്ചിട്ട് അവർ ചെയ്യാറുണ്ട്. അപ്പോൾ പോകുന്ന സമയത്ത് ഫഖുൽതു, അദ്ദേഹം പറയാണ്, ഞാൻ പറഞ്ഞു, യാ നബി അല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, ഇജ്അൽ ലനാ ഹാദിഹി ദാത അൻവാതിൻ കമാ ലിൽ കുഫാരി ദാത അൻവാതിൻ. കുഫാറുകൾക്ക് ഇതുപോലെ ഒന്നുണ്ടല്ലോ, ഇങ്ങനെ മരത്തിൽ വാള് തൂക്കിയിട്ട് ബർക്കത്തെടുക്കാനും അല്ലെങ്കിൽ അതിനു ചുറ്റും ഭജനം ഇരിക്കാനും ഒക്കെ ഒരു മരം ഉണ്ടല്ലോ, അതുപോലെ ഞങ്ങൾക്ക് ഇത് ആക്കി തരണമെന്ന് പറഞ്ഞു. വകാനൽ കുഫാർ യനൂഖൂന സിലാഹും ബിസിദ്റത്തിൻ വയഅകുഫൂന ഹൗലഹ. അവർക്ക് അങ്ങനെ ഒരു മരം ഉണ്ടായതുകൊണ്ട്. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താ അറിയോ? അല്ലാഹു അക്ബർ. വേറെ ചില റിവായത്തിൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്ര വലിയവൻ, അല്ലാഹു എത്ര പരിശുദ്ധൻ. ഹാദാ കമാ ഖാലത് ബനൂ ഇസ്രായീൽ മൂസ. ഇത് മൂസാ നബി അലൈഹിസ്സലാമിനോട് ബനൂ ഇസ്രായേലുകൾ പറഞ്ഞ വാക്കാണ്. മൂസാ നബി അലൈഹിസ്സലാമിനോട് ബനൂ ഇസ്രായേലുകൾ പറഞ്ഞ വാക്കാണ്. ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. എന്താ ബനൂ ഇസ്രായേലുകൾ പറഞ്ഞത്? മുശ്രിക്കീങ്ങൾക്ക് ഇലാഹുള്ളതുപോലെ, ഇലാഹുകൾ ഉള്ളതുപോലെ ഞങ്ങൾക്കൊരു ഇലാഹിനാക്കി തരണമെന്ന് ബനൂ ഇസ്രായേലുകൾ പറഞ്ഞ വാക്കാണത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നകും തർകബൂന സനനല്ലദീന മിൻ ഖബ്ലികും. നിങ്ങളുടെ മുൻഗാമികളുടെ അതേ പാത നിങ്ങളും പിൻപറ്റുകയാണ്. സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കൂ.